IPL താരലേലം ദുബായിൽ ആരംഭിച്ചു. 333 കളിക്കാരാണ് ലേലത്തിന്റെ അന്തിമ പട്ടികയിൽ. ജിയോ സിനിമയിൽ ലേലം തത്സമയം കാണാം. താരലേലം ആരംഭിച്ചു. മലയാളികളായ 10 താരങ്ങൾ ലേലത്തിന്റെ സാന്നിധ്യമാണ്. വിദേശ ഇന്ത്യൻ താരങ്ങളടക്കം 333 താരങ്ങൾ ലേലത്തിൽ പങ്കെടുക്കുന്നു. ഏറ്റവും കൂടുതൽ പണം കൈവശമുള്ളത് ഗുജറാത്ത് ടൈറ്റൻസിനാണ്. 33 കോടിയോളം രൂപ അവർക്കിന്ന് ചിലവഴിക്കാം. അങ്ങനെ കോടികൾ മറിയുന്ന താരലേലത്തിന് ആദ്യമായാണ് IPL ലേലം ഇന്ത്യക്ക് പുറത്തു നടക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. അങ്ങനെ കോടികൾ മറിയുന്ന താരലേലത്തിനാണ് ഇപ്പോൾ തുടക്കമായിരിക്കുന്നത് ദുബായിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. MG മിഥുൻ ചേരുന്നു. മിഥുൻ, ലേലം ആരംഭിച്ചു എന്ന് മനസ്സിലാകുന്നു. ഇപ്പോൾ ഏതു ഘട്ടത്തിലാണ്? രജിത്ത്, താരലേലം ആരംഭിച്ചിരിക്കുന്നു. ആദ്യം തന്നെ ഹാരി ബ്രൂക്കിനെ സ്വന്തമാക്കിയിരിക്കുന്നത് ഡൽഹി ക്യാപിറ്റൽസ് ആണ്. 4 കോടി രൂപയ്ക്കാണ് ഡൽഹി ക്യാപിറ്റൽസ് ഹാരി ബ്രൂക്കിനെ സ്വന്തമാക്കിയത്. ഇപ്പോൾ രാജസ്ഥാൻ റോയൽസ് റോമാൻ പവലിനെ 7 കോടി 40 ലക്ഷം രൂപയ്ക്ക് റോമാൻ പവലിനെ ടീമിൽ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓസ്ട്രേലിയൻ താരം ട്രാവിസ് ഹെഡിന് വേണ്ടിയുള്ള താരലേലം വിളിയായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 6 കോടി 80 ലക്ഷം രൂപയ്ക്കാണ് ഹൈദരാബാദ് ട്രാവിസ് ഹെഡിനെ ടീമിലേക്ക് എത്തിക്കുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ ചെന്നൈ സൂപ്പർ കിങ്സും ട്രാവിസ് ഹെഡിനായി ആദ്യ തുടക്കത്തിൽ മുതൽ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സും ഹൈദരാബാദും ലേലം വിളി ആരംഭിക്കുകയായിരുന്നു. തുടക്കത്തിൽ ചെന്നൈ ഒരു മേൽക്കൈ നേടും ട്രാവിസ് ഹെഡിനെ, അതായത് ചെന്നൈ നിരയിൽ ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് ട്രാവിസ് ഹെഡിനെ എത്തിക്കുക എന്നൊരു ലക്ഷ്യമുണ്ടായിരുന്നു. അതായത് ഓപ്പണിംഗ് നിരയിൽ മികച്ചൊരു താരത്തിനെ ആവശ്യമുണ്ടായിരുന്നു. ഒപ്പം തന്നെ ലോകകപ്പിൽ സമീപകാലത്ത് ട്രാവിസ് ഹെഡ് കാഴ്ചവെച്ചിട്ടുള്ള പ്രകടനമുണ്ട്. അതൊക്കെ തന്നെ വിലയിരുത്തിക്കൊണ്ടാണ് മികച്ചൊരു തുകയ്ക്ക് 6 കോടി 80 ലക്ഷം രൂപയ്ക്ക് ഇപ്പോൾ ട്രാവിസ് ഹെഡിനെ ഹൈദരാബാദ് ടീമിൽ എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ സ്റ്റീവ് സ്മിത്തിന് വേണ്ടിയുള്ള താരലേല വിളിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. 2 കോടി അടിസ്ഥാന വിലയാണ് സ്റ്റീവ് സ്മിത്തിന് ഇരിക്കുന്നത്. ഈ ലോകകപ്പിലൊക്കെ തന്നെ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചെങ്കിൽ പോലും തന്നെ ഓസ്ട്രേലിയൻ താരം മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യാൻ പറ്റുന്നതും ഒപ്പം തന്നെ T20-യിലായാലും തന്നെയും മികച്ച രീതിയിൽ പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു താരം കൂടിയാണ് സ്റ്റീവ് സ്മിത്ത്. സ്റ്റീവ് സ്മിത്തിനായി നിലവിൽ മുംബൈ, കിങ്സ് 11 പഞ്ചാബ്, രാജസ്ഥാൻ റോയൽസ്, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ, സൺറൈസേഴ്സ് ഹൈദരാബാദ് എന്നിവർ തന്നെ സ്റ്റീവ് സ്മിത്തിന് വേണ്ടി രംഗത്തുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏത് ടീമിലേക്കാണ് സ്റ്റീവ് സ്മിത്ത് പോകുന്നതെന്നാണ് നമുക്ക് അറിയേണ്ടതായിട്ടുള്ളത്. ഏതായാലും 2 കോടി അടിസ്ഥാന വിലയാണ് സ്റ്റീവ് സ്മിത്തിന് ഇട്ടിരിക്കുന്നത്. കഴിഞ്ഞ IPL-ൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സ്റ്റീവ് സ്മിത്തിന് സാധിക്കുകയും ചെയ്യാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും സ്റ്റീവ് സ്മിത്ത് ഏത് ടീമിലേക്കാണ് പോകുന്നതെന്നാണ് നമുക്ക് അറിയേണ്ടതായിട്ടുള്ളത്. എന്തായാലും നിലവിൽ 3 പേരെയാണ് ഇതിനോടകം 3 പേരുടെ ലേലം വിളിയാണ് നടന്നത്. അതിൽ 3 പേരിൽ ഒരാൾ ഡൽഹി ക്യാപിറ്റലിലേക്കും ഒപ്പം തന്നെ ഒരാൾ രാജസ്ഥാൻ റോയൽസിലേക്ക്. ഇപ്പോൾ ലഭ്യമാകുന്ന വാർത്തകൾ അനുസരിച്ച് സ്റ്റീവ് സ്മിത്ത് അൺസോൾഡ് ആയിരിക്കുന്നു എന്ന ഒരു വാർത്തയാണ്. 2 കോടി അടിസ്ഥാന വിലയുള്ള മുൻ ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള സ്റ്റീവ് സ്മിത്തിനെ ആർക്കും വേണ്ട എന്നുള്ളത് തന്നെയാണ്. ഒരു ടീമും സ്റ്റീവ് സ്മിത്തിനായി രംഗത്തെത്തിയില്ല എന്നുള്ളതാണ്. നിലവിൽ മനീഷ് പാണ്ഡെ, ഇന്ത്യൻ താരം മനീഷ് പാണ്ഡെ, അടിസ്ഥാന വില 50 ലക്ഷം രൂപയാണ്. 50 ലക്ഷം രൂപയ്ക്ക് മനീഷ് പാണ്ഡെ ഏത് ടീമിലേക്ക് പോകുമെന്നുള്ളതാണ്. നേരത്തെ ഡൽഹി ക്യാപിറ്റൽസിലും ഒപ്പം തന്നെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലും ഒക്കെ തന്നെ കളിച്ചിട്ടുള്ള താരമാണ്. മികച്ച രീതിയിൽ IPL തന്നെ മികച്ച എക്കോണമി റൺ റേറ്റ് സ്ട്രൈക്ക് റേറ്റ് ഉള്ള ബാറ്റ്സ്മാൻ കൂടിയാണ് മനീഷ് പാണ്ഡെ. അത്തരത്തിൽ 170 മാച്ചസ് IPL കളിച്ചിട്ടുണ്ട്. 3808 റൺസിനോടകം കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു സെഞ്ചുറിയും താരം ഈ IPL സീസണിലുടനീളം അദ്ദേഹം സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മനീഷ് പാണ്ഡെയെ 50 ലക്ഷം രൂപയാണ് അടിസ്ഥാന വില. ഏത് ടീം ആണ് എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടതായിട്ടുള്ളത്. അല്പസമയത്തിന് മുമ്പ് സ്റ്റീവ് സ്മിത്തിനാണ് വേണ്ടിയുള്ള താരലേലമായിരുന്നു നടന്നതെങ്കിൽ പോലും ഒരു ടീമും മുൻ ഓസ്ട്രേലിയൻ ക്യാപ്റ്റനെ ടീമിലെത്തിക്കാൻ തയ്യാറായില്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ സ്റ്റീവ് സ്മിത്ത് ആദ്യമായി IPL നിന്ന് പുറത്താകുന്നു എന്നുള്ളതാണ്. മനീഷ് പാണ്ഡെയും അൺസോൾഡ് ആയിരിക്കുന്നു. ഒരു ടീമും മനീഷ് പാണ്ഡെയ്ക്ക് വേണ്ടി ലേലം വിളിക്കാൻ എത്തിയില്ല എന്നുള്ളത് തന്നെയാണ്. മനീഷ് പാണ്ഡെയും ഈ IPL ഇല്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ട്രാൻസ്ഫർ ജാലകം വഴിയോ അല്ലെങ്കിൽ പിന്നീട് ഏതെങ്കിലും തരത്തിൽ ടീമിലേക്ക് എത്താനുള്ള ഒരു സാധ്യത ഉണ്ട് എങ്കിൽ പോലും തന്നെ അത് എത്രത്തോളം സാധ്യമാകുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടതായിരിക്കുന്നു. എന്തായാലും തുടക്കത്തിൽ ആരംഭിച്ചിരിക്കുന്ന ലേലം ഇപ്പോൾ ഒരു ഇടവേളയിലേക്കാണ് പോകുന്നത്. നിലവിൽ 5 പ്ലേയേഴ്സിനെയാണ് ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. അതിൽ 3 പേരെ ടീം സ്വന്തമാക്കിയിരിക്കുന്നു. അതിൽ ആദ്യം ലേലം വിളിക്കാൻ എത്തിയത് ഹാരി ബ്രൂക്കിനായിരുന്നു. ഹാരി ബ്രൂക്ക് 4 കോടി രൂപയ്ക്കാണ് ഡൽഹി ക്യാപിറ്റൽസ് ടീമിലെത്തിച്ചത്. രണ്ടാമത് ട്രാവിസ് ഹെഡ് ഹൈദരാബാദ് 6.80 കോടി രൂപയ്ക്കാണ് ട്രാവിസ് ഹെഡിനെ ഹൈദരാബാദ് ടീമിലിടം നേടിയത്. ഒപ്പം തന്നെ റോഹൻ പവലിനെ രാജസ്ഥാനാണ് 7.40 കോടി രൂപ മുടക്കിയാണ് റോഹൻ പവലിനെ രാജസ്ഥാൻ ടീമിലെത്തിച്ചിരിക്കുന്നത്. അത്തരത്തിൽ 3 പേരെ മാത്രമാണ് ഇപ്പോൾ ഈ 5 പേരിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട 5 പേരിൽ 3 പേരെ ടീമംഗങ്ങൾ എടുത്തിരിക്കുന്നു. മറ്റ് 2 പേർ സ്റ്റീവ് സ്മിത്തും ഒപ്പം തന്നെ മനീഷ് പാണ്ഡെയും അൺസോൾഡ് ആയിരിക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി ഘട്ടത്തിൽ ലഭ്യമായിരിക്കുന്നത്. മനീഷ് പാണ്ഡെയും സ്റ്റീവ് സ്മിത്തും അൺസോൾഡ് ആയിരിക്കുന്നു. പ്രധാനപ്പെട്ട ട്രാവിസ് ഹെഡ് അടക്കമുള്ള 3 താരങ്ങളെ
ടീമുകൾ ലേലത്തിനെടുത്തിരിക്കുന്നു. ഹാരി ബ്രൂക്ക്, ട്രാവിസ് ഹെഡ് അടക്കമുള്ള 3 താരങ്ങളെ ലേലത്തിനെടുത്തിരിക്കുന്നു. ട്രാവിസ് ഹെഡിന് 6.8 കോടി രൂപയുടെ ബമ്പർ അടിച്ചിരിക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.